ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞിരുന്നു ഒരു ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 5th ചാപ്റ്റർ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പെൻഡിങ് പോർഷൻ ഉള്ളതുകൊണ്ട് ഞാനത് വെക്കേഷനിൽ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോട്ടായിട്ട് തരേണ്ടത് ഞാൻ യൂട്യൂബ് ക്ലാസ് ഇടും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ടേംസിൻ്റെ ലിങ്ക് അയച്ചു തരുകയും ചെയ്യാം. അപ്പോൾ അത് പിക്ചറൈസ് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അത് ഇടുന്നത്. അതപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങൾ സഹകരിച്ച് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഡിജിറ്റൽ സെക്യൂരിറ്റിയാണ്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടേഴ്സിൻ്റെ യൂസസ് വളരെയധികം ഉള്ള ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അതിൻ്റേതായ രീതിയിൽ എപ്പോഴും അക്സസബിൾ ആയിട്ട്, എന്നാൽ കോൺഫിഡൻഷ്യലായിട്ട്, അതായത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കും, പിന്നീട് ആ ഡാറ്റ എപ്പോഴെങ്കിലും അക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്നതിനെ, അതായത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വൈറസുകളൊക്കെ, കമ്പ്യൂട്ടർ വൈറസുകളൊക്കെ ധാരാളം ഉണ്ടാവുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സസ്, ഫിഷിങ്, ഹാക്കിങ്, അതുപോലെ സ്പൈവെയേഴ്സ്, മാൽവെയേഴ്സ്, സ്പാം, ഇൻ്റർനെറ്റ് ഹോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ത്രെഡ്സും അത് ഇൻ്റർനെറ്റിനെയും ഇ കോമേഴ്സിനെയും ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഡിജിറ്റൽ സെക്യൂരിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ സെക്യൂരിറ്റീസ് റെഫേഴ്സ് ടു ദ പോളിസീസ്, procedures and technical measures and to prevent unauthorized access, alteration, theft or physical damage to information system. കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്, കമ്പ്യൂട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റം, ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭിക്കേണ്ടതായ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അക്സസും ആൾട്ടറേഷൻസും തെഫ്റ്റും ഫിസിക്കൽ ഡാമേജും ഒന്നും സംഭവിക്കാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്കൽ മെഷേഴ്സിനൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുക. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദോസ് ഇൻവോൾവ് ഇൻ ഓൺലൈൻ ബിസിനസ്. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ട സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ അവൈലബിലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. വാട്ട് ഈസ് അവൈലബിലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്? ഇൻഫർമേഷൻ ഷുഡ് ബി അവൈലബിൾ ആൻഡ് യൂസബിൾ whenever it is needed. നമുക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻസ് ആവശ്യം ആ സമയത്ത് നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അതുപോലെ തന്നെ ഇൻ്ററാക്ഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ക്യാൻ റൺ കൺവീനിയൻ്റ്ലി അറ്റ് ഓൾ ടൈം. നമുക്ക് ഇൻ്റർനെറ്റിലൂടെ അക്സസ് ചെയ്യുന്ന നമുക്ക് ഇൻ്ററാക്ഷൻസും ട്രാൻസാക്ഷൻസും എപ്പോഴും വേണം. എന്നാലല്ലേ നമുക്ക് ഫുൾ ടൈം 24 hours ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവ്. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം രഹസ്യ സ്വഭാവമുള്ള എന്നതാണ് അർത്ഥം. ചില കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ദിസ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി അവൈലബിൾ ടു ഓൺലി ദോസ് ഹു ഹാവ് ദ റൈറ്റ് ടു അക്സസ് ഇറ്റ്. ആർക്കാണോ ആ ഇൻഫർമേഷൻ അക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് അവർക്ക് അത് നല്ല രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് സാധിക്കണം. വി മസ്റ്റ് കീപ് തിങ്സ് പ്രൈവറ്റ് ഓർ ലിമിറ്റ് ദ ഡാറ്റ അവൈലബിലിറ്റി ടു സർട്ടൻ പ്രിസ്ക്രൈബ്ഡ് പീപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ആർക്കാണോ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമായിട്ടുള്ള സെക്യൂരിറ്റി വേണമെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണ് മാത്രം അക്സസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പാസ്വേഡും മറ്റു കാര്യങ്ങളും കൊടുക്കും. അവർക്ക്
മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ലിമിറ്റ് ദ ഡാറ്റ അവൈലബിലിറ്റി ടു സർട്ടൻ പ്രീ സ്പെസിഫൈഡ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ. വേറെ ആർക്കും അത് അക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഇൻറ്റഗ്രിറ്റി ഒബ്ജക്റ്റീവ് ആണ്. ആസ് പെർ ദിസ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അൺഓതറൈസ്ഡ് ആൾട്ടറേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ആൻഡ് മിസ്യൂസ്. ഇവിടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡാറ്റാസ് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാളും ആൾട്ടർ ചെയ്യാനോ മോഡിഫിക്കേഷൻ നടത്താനോ മിസ്യൂസ് ചെയ്യാനോ പാടില്ല. അതാണ് ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. We must be sure that the data we are trying to secure has been modified or corrupted. We must also be sure about the source. Are we certain it originates from the right person and is that person who they claim to be? അപ്പോൾ എവിടെ നിന്നാണോ കറക്റ്റ് ഓതറൈസ്ഡ് സോഴ്സിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നതെന്നും ഓതറൈസ്ഡ് പേഴ്സണ് തന്നെയാണ് അത് അവൈലബിൾ ആവണം എന്നുള്ളൊരു സെക്യൂരിറ്റി, സേഫ്റ്റി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ കുറച്ച് സെക്യൂരിറ്റി ത്രെഡ്സ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 13 പോയിന്റ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിക്കാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്ന് പറയും. വൈറസുകൾ, വേംസ്, ട്രോജൻ ഹൗസസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു 9 പോയിന്റ്സ്, അതായത് ഇൻ്റർനെറ്റ് ഹോക്സ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 211 മുതൽ നമുക്ക് ഒരു 9 പോയിന്റ് പേജ് നമ്പർ 217 വരെയുള്ള ഇൻ്റർനെറ്റ് ഹോക്സ് വരെയുള്ളതിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ പിക്ചറൈസ് ചെയ്ത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.